കെഎസ്ആർടിസിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. അതേസമയം സൗജന്യ യാത്രയിൽ ആശങ്ക അറിയിക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച. കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയ്ക്ക് പ്രതിസന്ധിയാകുമെന്നാണ് ബസ് ഉടമകളുടെ ആശങ്ക. റാംഷാ CP ഉണ്ട്. റാംഷാ, അപ്പോൾ അറിയേണ്ടത് എങ്ങനെയാണ് ഇതിനൊരു മാനദണ്ഡം? അതായത് എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു സൗജന്യം ലഭിക്കുമോ? എല്ലാ ബസ്സുകളിലും സൗജന്യം ഉണ്ടാകുമോ? മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പോൾ സൗജന്യം ഉണ്ടാകുമോ? എത്ര കിലോമീറ്ററിനുള്ളിലായിരിക്കും? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ എപ്പോഴത്തേക്കാണ് തീരുമാനമാവുക? ഒപ്പം ഈ ഇത്തരത്തിൽ KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകിയാൽ അത് പ്രൈവറ്റ് ബസ് വ്യവസായത്തെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള ആശങ്ക അവർക്കുമുണ്ട്. എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച? ഇതെങ്ങനെ പരിഗണിക്കപ്പെടും? KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നത് ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ അതോ മറ്റ് ലിമിറ്റഡ് ബസ്സുകളിലൊക്കെ ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഉള്ള തീരുമാനം, മാനദണ്ഡങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം കൂടുതൽ വ്യക്തമാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് വലിയ ആശങ്കയാണുള്ളത്. കാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതോടുകൂടി ഇത്തരം ആളുകളെല്ലാം സ്വകാര്യ ബസ്സിനെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമുണ്ടാവും. അതോടുകൂടി ഇവരുടെ സർവീസിൽ വലിയ നഷ്ടം സംഭവിക്കും എന്നതാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷനും മറ്റ് കൺസ്ട്രക്ഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ബസ്സുകളിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അത്തരം സൗജന്യങ്ങൾ ഇനി നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ തന്നെ ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം കുറയുകയും അവരിൽ തന്നെ ഈ വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്താൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് സ്വകാര്യ ബസ് ഉടമകൾ ആശങ്ക പറയുന്നത്. അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുന്നതിന് വേണ്ടി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.